ഞാൻ എൻ്റെ കാശ്മീരിനെ മാറ്റും. കാശ്മീരിനെ ഞാൻ ഭൂമിയിലെ സ്വർഗമാക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാശ്മീരിലെ യുവാക്കളുടെ മാതൃകയായ ഉമർ ഫയാസിനെ ആരും മറക്കില്ല. ജൂൺ 8, 1994 ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലാണ് ഉമർ ഫയാസ് ജനിക്കുന്നത്. ജവഹർ നവോദയ വിദ്യാലയത്തിൽ പഠനം ആരംഭിച്ച ഉമർ ഫയാസ് പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് പിന്തുണയുമായി സൈന്യത്തിനു നേർക്ക് കശ്മീരിലെ യുവാക്കൾ കല്ലെറിയുമ്പോൾ കശ്മീരിനെ ഭൂമിയിലെ സ്വർഗമാക്കി മാറ്റാൻ രാജ്യസ്നേഹത്തിൻ്റെ പാതയിലാണ് ഉമർ ഫയാസ് സഞ്ചരിച്ചത്. അങ്ങനെ ഒരു സൈനികനാവുക, അതുവഴി രാജ്യത്തെ സേവിക്കുക എന്ന സ്വപ്നത്തോടെ കശ്മീരി യുവാവായ ഉമർ ഫയാസ് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നു. സ്വന്തം വീട്ടിലെ എതിർപ്പുകൾ പോലും മറികടന്നുകൊണ്ടാണ് കശ്മീരിനെ മാറ്റിയെടുക്കാൻ ഉമർ ഫയാസ് സൈന്യത്തിൽ ചേരാൻ തീരുമാനിച്ചത്. അങ്ങനെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്ന് 2016 ഉമർ ഫയാസ് രജപുത്താന റൈഫിൾസിൽ ലഫ്റ്റനൻ്റായി കമ്മീഷൻ ചെയ്തു. അങ്ങനെ ഉമർ ഫയാസ് തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ച് ലഫ്റ്റനൻ്റ് ഉമർ ഫയാസായി. പക്ഷേ പിന്നീട് കശ്മീരിലെ യുവാക്കളെ ഭീകരവാദത്തിലേക്ക് നയിക്കുന്ന പാകിസ്ഥാൻ ഭീകരവാദികളുടെ കണ്ണിലെ കരടായി മാറി ഉമർ ഫയാസ്. ഉമർ ഫയാസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൂടുതൽ ഉമർ ഫയാസുമാർ കശ്മീരിൽ നിന്ന് രാജ്യസേവനത്തിനായി ഉയർന്നുവരുമെന്ന് മനസ്സിലാക്കിയ ഭീകരവാദികൾ ലഫ്റ്റനൻ്റ് ഉമർ ഫയാസിനെ ലക്ഷ്യം വെക്കുകയായിരുന്നു. അവധിയെടുത്ത് നിരായുധനായി തൻ്റെ ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങിൽ ഷോപ്പിയാനിൽ പങ്കെടുക്കവേ മെയ് 9, 2017 ഭീകരവാദികൾ ലഫ്റ്റനൻ്റ് ഉമർ ഫയാസിനെ തട്ടിക്കൊണ്ടുപോയി. അടുത്ത ദിവസം രാവിലെയാണ് ഉമർ ഫയാസിൻ്റെ മൃതശരീരം കണ്ടെത്തുന്നത്. എന്നാൽ ഭീകരവാദികളാൽ കൊല്ലപ്പെട്ടിട്ടും ഉമർ ഫയാസ് കശ്മീരി യുവാക്കളുടെ മനസ്സിൽ ഹീറോ ആകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭീകരവാദികൾ തന്നെ കൊലപ്പെടുത്തിയിട്ടും വിജയിച്ചത് ഉമർ ഫയാസ് തന്നെയാണ്. ഉമർ ഫയാസിൻ്റെ മരണാനന്തര ചടങ്ങിൽ വളരെ വലിയ ജനക്കൂട്ടം തന്നെ പങ്കെടുത്തു. സോഷ്യൽ മീഡിയയിലടക്കം വളരെ വലിയ പ്രതിഷേധവും പ്രചരണങ്ങളും ഭീകരവാദികൾക്കെതിരെ നടന്നു. പ്രത്യേകിച്ച് കശ്മീരിലെ മുസ്ലിം യുവാക്കൾ ശക്തമായ പ്രതിഷേധം തന്നെ ഭീകരവാദികൾക്കെതിരെ നടത്തി. തങ്ങളുടെ ഹീറോ ആയിരുന്ന ലഫ്റ്റനൻ്റ് ഉമർ ഫയാസിൻ്റെ ജീവത്യാഗത്തോടെ സൈന്യത്തിൽ ചേരാൻ നിരവധി മുസ്ലിം യുവാക്കളാണ് കശ്മീരിൽ മുന്നോട്ട് വന്നത്. പിന്നീട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചടികളുടെയും പ്രതികാരത്തിൻ്റെയും വാർത്തകളാണ് നമ്മൾ കേട്ടത്. 1 വർഷത്തിനുള്ളിൽ ഉമർ ഫയാസിനെ തട്ടിക്കൊണ്ടുപോയി വധിച്ച മുഴുവൻ ഭീകരവാദികളെയും ഇന്ത്യൻ സൈന്യം കൊലപ്പെടുത്തി. ഉമർ ഫയാസിനോടുള്ള ആദരസൂചകമായി ജമ്മു കാശ്മീരിലെ സൈനിക സ്കൂളിൻ്റെ പേര് ഷഹീദ് ലഫ്റ്റനൻ്റ് ഉമർ ഫയാസ് ഗുഡ്വിൽ സ്കൂൾ എന്ന് മാറ്റുകയും ചെയ്തു. ഉമർ ഫയാസിൻ്റെ സ്വപ്നം പോലെ കശ്മീർ ഭൂമിയിലെ സ്വർഗമായി മാറട്ടെ. മെയ് 9 ഇന്ന് കശ്മീരിലെ യുവാക്കളുടെ മാതൃകയും ഹീറോയുമായ ലഫ്റ്റനൻ്റ് ഉമർ ഫയാസിൻ്റെ ഓർമ്മ ദിവസമാണ്. മറക്കാതെ പോകരുത് ഈ ധീരജവാനെ. രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ലഫ്റ്റനൻ്റ് ഉമർ ഫയാസിന് പ്രണാമം. ജയ് ഹിന്ദ്.